ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 8ാമത് ഇന്ത്യ ജലവാരം 2024 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പരിപാടി ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 4000ഓളം പേർ പങ്കെടുക്കും. 100ലധികം പ്രദർശകരും സ്റ്റാർട്ടപ്പുകളും ജലസംബന്ധിയായ വിഷയങ്ങളിലെ തങ്ങളുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കും. ജലവിഭവ വികസനത്തിനും മാനേജ്മെന്റിനുമുള്ള പങ്കാളിത്തവും സഹകരണവും എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വർത്തമാനകാലം ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദിനും ഭുജിനുമിടയിലുള്ള രാജ്യത്തെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ ഉൾപ്പെടെ ഗുജറാത്തിൽ 8000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 25 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന ആശയവും സഹകരണവുമാണ് ഇന്ത്യയുടെ വികസന യാത്രയിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് തൂത്തുക്കുടി അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിന്റെ ഉദ്ഘാടനത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാവിലെ ഗാന്ധിനഗറിൽ 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ജമ്മു കശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലെ 24 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ നടക്കും. അടുത്ത മാസം 8നാണ് വോട്ടെണ്ണൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ജമ്മു കശ്മീരിലെ ദോഡയിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. നാഷണൽ കോൺഫറൻസ്, പിഡിപി, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. അടുത്ത മാസം 5ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 നാളെ തുടക്കമാകും. സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുകെട്ടിടങ്ങൾ, വാണിജ്യ മേഖലകൾ, ജലാശയങ്ങൾ, മൃഗശാലകൾ, വന്യജീവി സങ്കേതങ്ങൾ, പൊതു ശൌചാലയങ്ങൾ എന്നിവ കൂട്ടായ്മയിലൂടെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ക്യാമ്പയിനിൽ ഉൾപ്പെടുന്നു. എല്ലാ കേന്ദ്ര, സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമാകും. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള 126 പേരിൽ 104 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. 49 പേരാണ് ദ്വിതീയ സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ആൾക്കൂട്ടം പാടില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ സർവേ തുടങ്ങി. മലപ്പുറത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ ആരംഭിച്ചു. 0483 2732 010 0483 2732 060 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പനി മുതലായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫോൺ ചോർത്തൽ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഫോൺ ചോർത്തൽ ഏറെ ഗൌരവമേറിയ വിഷയമാണെന്നും സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടത്തിയ PV അൻവർ MLAക്കെതിരെ നടപടി വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ വി മുരളീധരൻ ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് ഷെൽ ആക്രമണത്തിൽ മരിച്ച തൃശൂർ സ്വദേശിയുടെ ഭൌതിക ശരീരം തിരികെ നാട്ടിലെത്തിക്കുന്നതിന് ശ്രമങ്ങൾ തുടരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യൻ പട്ടാളത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ ചേർന്നിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ഇസ്ലാം മതവിശ്വാസികൾ സമുചിതമായി ആഘോഷിച്ചു. മദ്രസകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മൌലീദ് പാരായണവും നബിദിന റാലിയും അന്നദാനവും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ചൈനയിൽ നടക്കുന്ന 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടി. തുടർച്ചയായ 2ാം സ്വർണം ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ ഉച്ചകഴിഞ്ഞ് 3:30 ആതിഥേയരായ ചൈനയെ നേരിടും. ടൂർണമെന്റിൽ പരാജയമറിയാതെയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.